നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പിലിരിക്കെ അതൊരു ദാമ്പത്യ ബന്ധമായിക്കോട്ടെ, എന്ത് രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും നമ്മളുടെ ഒരു പാർട്ട്ണർ, അതിന് ഗേൾ ഓർ ബോയ് ആരും ആവട്ടെ, എക്സ് ഓർ വൈ എന്ന് ഞാൻ പറയുന്നു, പാർട്ട്ണർ സ്ട്രഗിൾ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ഭയങ്കര ടഫായിട്ട് റഫായിട്ട് ഭയങ്കര ഹെക്റ്റിക്കായിട്ട് കടന്നു പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും അല്ലേ. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഇല്ലാത്തവരായിട്ടുള്ള ആൾക്കാർ ഭയങ്കര കുറവായിരിക്കും. ഒന്നോ രണ്ടെണ്ണമെങ്കിലും വരേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്, വന്നിരിക്കും. അപ്പം അങ്ങനെ ഭയങ്കരമായിട്ട് റഫായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തി, അതും ഗേൾ ഓർ ബോയ് ആയിക്കോട്ടെ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തി നമ്മുടെ പാർട്ട്ണറിനെ എങ്ങനെ ഓക്കെ ആക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. എന്ത് ചെയ്താലാണ് ഓക്കെ ആവുക, എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നൊക്കെ ആലോചിച്ച് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ഒത്തിരി പേരുണ്ട് അല്ലേ. ഇങ്ങനെ ഹെൽപ്ലെസ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാണ്ട്, പാർട്ട്ണർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ഹെൽപ്ലെസ് ആയിട്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പം അങ്ങനെ ഒരു പാർട്ട്ണറെ സഹായിക്കണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ, എന്ത് ചെയ്താൽ പാർട്ട്ണർ ഓക്കെ ആവും എന്ന് ആലോചിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കായിട്ടുള്ളൊരു വീഡിയോ ആണിത്. നമ്മുടെ പാർട്ട്ണർ ഭയങ്കര റഫായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. വെൽക്കം ടു ജസ്റ്റ് ടോക്ക്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ കേട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എപ്പോഴും നല്ലൊരു കേൾവിക്കാരനായിരിക്കുക. ആ സമയത്ത് അവരെ ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത്. നീ എന്തിനാ ചെയ്തു, നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്യാൻ പോയി, ഇതെന്ന് പറയാൻ നിൽക്കരുത്. അവർ ഭയങ്കര റഫായിട്ട് അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ അവരെ കേൾക്കാൻ തയ്യാറാവുക, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ അവർ മേ ബി പറയാൻ തയ്യാറാവുന്നുണ്ടായിരിക്കില്ല, അവർക്ക് ആ ഒരു ടെൻഷൻ കൊണ്ടോ അല്ലെങ്കിൽ സങ്കടം കൊണ്ടോ അവർ പറയുന്നുണ്ടായിരിക്കില്ല. ആ സമയത്ത് നമ്മൾ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞേ പറ്റൂ എന്ന് വാശി പിടിക്കാണ്ട് അവരെ ഫ്രീ ആക്കി വിടുക. കുറച്ച് കഴിഞ്ഞാൽ അവർ താനെ ഫ്രീ ആയിട്ട് വന്ന് പറഞ്ഞോളും, നമുക്ക് ഇതൊക്കെയാണ് ഇഷ്യൂ എന്നുള്ളത് പറഞ്ഞോളും. അവർ ചിലപ്പോൾ നിങ്ങളെ അടുത്തുള്ള ചോദ്യം തന്നെ ആയിരിക്കും ഒന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരിക്കും, നിങ്ങൾ ഓക്കെ അല്ലേ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അവർ മേ ബി എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മളൊക്കെ കെയർ ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമാണ് ആ ഒരു ചോദ്യം പോലും അല്ലേ. അപ്പം അത് എക്സ്പെക്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ടാവും. അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചോദിക്കാനായിട്ട് നോക്കുക. അപ്പോൾ അവർക്ക് നിങ്ങളടുത്ത് പറയണമെന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ അവരെ കംഫർട്ടബിൾ ആക്കാനായിട്ട് നോക്കുക. കംഫർട്ടബിൾ ആക്കിയിട്ട് കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ പറയുന്ന സമയത്ത് അവരെ ഒരിക്കലും നമ്മൾ കുറ്റപ്പെടുത്താൻ നിൽക്കരുത്, ക്രിട്ടിസൈസ് ചെയ്യാൻ നിൽക്കരുത്, ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത്. നമ്മളെപ്പോഴും ക്ഷമയോടുകൂടി കേട്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വേണം ട്രൈ ചെയ്യാനായിട്ട്. അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരെ കൂടുതൽ, ഒന്നാമതേ അവർ ചിലപ്പോൾ ടെൻഷൻ അടിച്ചിട്ടോ അല്ലെങ്കിൽ ദേഷ്യം വന്നിട്ടോ ഭയങ്കര വീക്കായിട്ട് നിൽക്കുകയായിരിക്കും. ആ വീക്ക്നെസ് ഒന്നും കൂടെ കൂട്ടത്തേ ഉള്ളൂ, ഒരിക്കലും അവർ ഓക്കെ ആവാൻ പോകുന്നില്ല. ഒരു പ്രശ്നം പറയുന്ന സമയത്ത് നിങ്ങൾ അത് ചെയ്യാൻ പാടില്ലായിരുന്നു, ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നു, അതെന്തിനാ അങ്ങനെ ആയതെന്നുള്ളതൊക്കെ, അതൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് മെല്ലെ പറഞ്ഞാൽ മതി. ടെൻഷൻ അടിക്കുന്ന സമയത്ത് ഒന്നും പറയാൻ നിൽക്കരുത് ദയവ് ചെയ്തിട്ട്. അപ്പോൾ അവർ ഓക്കെ ആവണം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ക്ഷമയോടുകൂടി കേൾക്കുക, ക്രിട്ടിസൈസ് ചെയ്യാണ്ട് ജഡ്ജ് ചെയ്യാണ്ട് കേൾക്കാനായിട്ട് നോക്കുക. അവരുടെ വീക്ക്നെസ് അത് കൂട്ടത്തേ ഉള്ളൂ. ഓക്കെ. ഇങ്ങനെ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ പാർട്ട്ണർക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവർ എന്തെങ്കിലും കാര്യങ്ങൾ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് അവർക്ക് ഫീൽ ആവുന്നുണ്ടാവുക എന്തായിരിക്കും എന്നറിയുക, എന്നെക്കൊണ്ട് ഇനി ഒന്നിനും പറ്റില്ല, ഞാൻ എന്ത് ചെയ്താലും പ്രശ്നമാണ്, എന്നെക്കൊണ്ട് ഫാമിലി നോക്കാൻ പറ്റില്ല, വർക്ക് നോക്കാൻ പറ്റുന്നില്ല, എൻ്റെ ബിസിനസ് നോക്കാൻ പറ്റുന്നില്ല, ഞാൻ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഇവരുടെ വീക്ക് പോയിന്റ്സ് മാത്രം ഇവരിങ്ങനെ ചിന്തിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, അവർ പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ അവർക്കുണ്ടായിരിക്കും, അവരത് ആലോചിക്കത്തില്ല അങ്ങനത്തെ സിറ്റുവേഷനിൽ. ആസ് എ പാർട്ട്ണർ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, അവരെ പോസിറ്റീവ്സിനെ കുറിച്ചിട്ട്. അവരങ്ങനെ നെഗറ്റീവ്സ് പറയുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങളുടെ പോസിറ്റീവ്സ് ഇങ്ങനെയൊക്കെ അല്ലേ, നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത് അവരെ പോസിറ്റീവ്സ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യുക. കുറ്റപ്പെടുത്തുന്നതിന് പകരം പോസിറ്റീവ്സും കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യുക. അങ്ങനെ സ്ട്രെങ്ത് മനസ്സിലാക്കി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, അവരെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അവരൊറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിലും അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യണം. അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് അവരെ പാർട്ട്ണർക്ക് ഒരു കാര്യം ഫീൽ ചെയ്യും, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ നിങ്ങളും കൂടെ ഉണ്ട്, അല്ലെങ്കിൽ അവളുണ്ട് അല്ലെങ്കിൽ അവനുണ്ട് എന്നുള്ളൊരു കാര്യം അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒറ്റയ്ക്കല്ല എന്നുള്ള ഒരു ലോൺലിനെസ്സിലല്ല ജീവിക്കുന്നത് എന്നുള്ളൊരു ഫീല് വന്നാൽ തന്നെ ഒരു പോസിറ്റീവായിട്ട് അവർക്കൊരു സ്ട്രെങ്ത് ഓട്ടോമാറ്റിക്കലി ഫീൽ ചെയ്യും. അപ്പോൾ എന്ത് കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ഹെൽപ്പ് വേണമെന്നെങ്കിലും ചോദിക്കുക, അല്ലെങ്കിൽ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കാനെങ്കിലും ട്രൈ ചെയ്യുക. നിങ്ങളെ കൊണ്ടാവുന്ന എന്തെങ്കിലും ഹെൽപ്പ് നമ്മളെ പാർട്ട്ണർക്ക് എപ്പോഴും ചെയ്യും. പിന്നെ
ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവരൊന്ന് റിലാക്സ് ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവില്ല, മേ ബി ചാൻസ് ഉണ്ട്. പക്ഷെ എന്താണെന്നുണ്ടെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർ അനുവദിക്കുക എന്ന് പറയുന്നത്, അതിൽ കയറിയിട്ട് ചൊറിയാനും മാന്താനും പിടിക്കാനും നിൽക്കരുത്. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് അവരൊരു ഫ്രീഡത്തിന് വിടുക. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് നോക്കുക. അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഫുഡാണെന്നുണ്ടെങ്കിൽ ഫുഡോ അങ്ങനെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ അവർ കുറച്ചും കൂടെ ഒന്ന് റിലാക്സ് ആവുക എന്ന്, അല്ലെങ്കിൽ നമ്മൾ ഹാപ്പി ആക്കാൻ ട്രൈ ചെയ്യുന്നു എന്നുള്ളൊരു ഫീലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലതല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ഒരാൾ നിൽക്കുന്നു എന്നുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് എന്നുള്ള ഒരു ബിലീഫ് വന്നു കഴിഞ്ഞാൽ അവരെ കുറച്ചും കൂടെ റിലാക്സ് ആവാൻ അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി എത്രയൊക്കെ ടെൻഷൻ ആണെന്നുണ്ടെങ്കിലും, നമ്മൾ ഏത് റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും, എന്ത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും, ഒരു വ്യക്തി അത്രയും ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് അവരെ ഏറ്റവും കൂടുതൽ റിലാക്സ് ആവാൻ സഹായിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു ഫിസിക്കൽ ടച്ചാണ് അത്, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ അഫെക്ഷൻ മതി അവരൊന്ന് റിലാക്സ് ആയി കിട്ടാനായിട്ട്. അപ്പോൾ ആ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത്, സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് എല്ലാ വ്യക്തികൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ അത്. എന്തെങ്കിലും ഒരു കൈ പിടിച്ചിട്ടെങ്കിലും ഒന്ന് ആശ്വസിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു ഹഗ് ചെയ്തിട്ടെങ്കിലും ഒന്ന് ആശ്വസിപ്പിക്കുക. നിനക്ക് ഞാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഹഗ് കൊടുത്താലും മതി. അവർ ഒന്നും കണ്ട് അലിയും, അവരുടെ മനസ്സൊന്ന് റിലാക്സ് ആവാൻ അത്രയും മതി. അപ്പോൾ ഒരു ഫിസിക്കൽ ടച്ച് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ അവർ കുറച്ചും കൂടെ റിലാക്സ് ആവും. ഒരിക്കലും ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് വഴക്കുണ്ടാക്കാൻ നിൽക്കരുത്, കുറ്റപ്പെടുത്താൻ നിൽക്കരുത്, മിണ്ട് വേണ്ട പിന്നാലെ നടക്കാൻ നിൽക്കരുത്. അവരെ കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് വിടുക, കംഫർട്ടബിൾ ആക്കുക, അവരെ ഹാപ്പി ആക്കാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.